സസ്പെൻസ് ത്രില്ലർ പോലെയൊന്നും അല്ലല്ലോ. ഇത് വളരെ ലളിതമായ അവരെ പച്ചക്കള്ളം. ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നു ഓഡീഷന് വേണ്ടി വിളിച്ചുവെന്ന്. ഓഡീഷന് വേണ്ടിയല്ല വിളിച്ചതെന്ന് എനിക്കറിയാം. കാരണം ഞാനാണ് ഈ ശ്രീലേഖ മിത്ര എന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിയെ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ശങ്കറിന് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരൊരു സ്പെസിഫിക് റോളിന് വേണ്ടിയിട്ട് വിളിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ ആരോപണം ഈ ശ്രീലേഖ മിത്രയുടെ ഈ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ഒരു ആഫ്റ്റർ തോട്ട് എന്ന രീതിയിലോ മറ്റോ ഓഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പച്ചക്കള്ളമാണ്. അപ്പോൾ അതിലേക്ക് തെളിയിക്കാനോ തെളിയിക്കപ്പെടാതിരിക്കാനോ അത്ര സങ്കീർണമായ കാര്യങ്ങളൊന്നും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റെജി ലൂക്കോസിൻ്റെ ഇടത് സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് രഞ്ജിത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞു എന്നാണ്. അത് രഞ്ജിത്ത് ഈസ് ഓൺ ഈസ് വേ ഔട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീലേഖ മിത്രയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ഹർട്ട് ഫീലിംഗ് അത് മാറാനായിട്ട് ഒരു സോറി മതി എന്നാണ്. പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞു, സോറി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഓൺ ദ വേ ഔട്ടാണ്. ഒരു അക്നോളജ്മെൻറ്റ് എനിക്ക് ചെയ്യേണ്ടതുണ്ട്. രഞ്ജിത്ത് പല നല്ല കാര്യങ്ങളും അക്കാഡമിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഓൺ ദ വേ ഔട്ട് ഈ കാര്യത്തിൽ ആണ് എങ്കിൽ എനിക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല എന്നുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാഡമിയിൽ ശരിക്കും ഒരു ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. ഒരുപാട് നിലയ വിദ്വാൻമാർ, ഇടതുപക്ഷത്തുള്ള നിലയ വിദ്വാൻമാർ അക്കാഡമിയിൽ എത്രയോ വർഷങ്ങളായി പല രീതിയിൽ മെമ്പേഴ്സായി തുടരുകയൊക്കെ ചെയ്ത് അതിനെ ഒരു ഇടതുപക്ഷ രീതിയിൽ അതിനെ മാറ്റാനോ ജനാധിപത്യ രീതിയിൽ മാറ്റാനോ പറ്റുമായിരുന്നില്ല. ഒരു മാടമ്പിക്ക് മാത്രമേ അത് മാറ്റാൻ പറ്റുമായിരുന്നു. അദ്ദേഹം ചെയ്തു. അതേപോലെ തന്നെ വർഷങ്ങളായി ഈ ഫെസ്റ്റിവലിന് ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്ന രീതിയിൽ ബീന പോൾ കൊണ്ടുവന്ന അതിൻ്റെ ക്വാളിറ്റിയെ മാനിക്കുമ്പോൾ തന്നെ അതിനുശേഷം അവരൊരു വിഘാതമായി പല നല്ല സിനിമകളും ഇതിലേക്ക് വരാനുമൊക്കെയായി എന്ന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ, പരാതികൾ പല ഫിൽം മേക്കേഴ്സിൽ നിന്നുണ്ട്. അവരെ മാറ്റി വേറൊരു പുതിയ ആളെ കൊണ്ടുവന്നു, അതിനുശേഷം വീണ്ടും കൊണ്ടുവന്നു. ഇങ്ങനെ നല്ല കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വലിയ സലാം. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി തകർന്നു പോകും എന്ന് റെജി ലൂക്കോസ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് ഇതൊരു ആകാംക്ഷയാണോ? ഇതിനകത്ത് ഒരു ക്ലെൻസിങ് നടത്തേണ്ടതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ഇതിനകം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നിഷാദ് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞത്. നാളെ ആകുമ്പോഴത്തേക്കും രഞ്ജിത്ത് ക്ഷമിക്കണം ഡാഷ് എന്ന് പോകാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ഇത് പൊട്ടാനൊരു നിമിഷം മതി. ഭയം കൊണ്ടാണ് ഇത്രയും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീലേഖ മിത്ര പോലും 14 വർഷം പിടിച്ചത്. അതിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു തുറവിയിൽ നിന്നും ആണ് അവർക്ക് ഇത് പറയാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടി കിട്ടിയത്. ഇതാണ് ശ്രീലേഖ മിത്രയുടെ കാര്യമെങ്കിൽ മറ്റ് നടിമാർ മാത്രമല്ല, മറ്റ് ഈ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് ഈ സിനിമാ രംഗത്തുള്ള ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം അനുഭവിക്കുന്ന കാര്യങ്ങളുടെ അവർ പറഞ്ഞാൽ പണി പോകും എന്ന ഒരു ഭയം നിലനിൽക്കുന്നു എന്ന കാര്യം നമുക്ക് തർക്കമില്ലാതെ അംഗീകരിക്കേണ്ടതല്ലേ. ആ ഭയം നീക്കുന്നത് തകർക്കാനല്ലല്ലോ, അതിൻ്റെ ഈ പുകമറ മാറ്റുക എന്നുള്ളതാണ് നിഷാദ് ഉപയോഗിച്ച വാക്ക്. ഇതൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളത് നല്ല ആവശ്യം. അപ്പോൾ അത് തകർക്കാനല്ല, അതിനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് എങ്കിൽ നമ്മളെല്ലാവരും അതിനോടൊപ്പമാണ്.